ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ മനസ്സ് ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണെങ്കിലോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. നമ്മുടെ മനസ്സാകുന്ന ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ബഗ്ഗുകൾ കണ്ടെത്തി ഒരു പുതിയ പാച്ച് ഇൻസ്റ്റാൾ ചെയ്ത് ജീവിതം അടിമുടി മാറ്റുന്ന ഒരു വലിയ അപ്ഗ്രേഡ് നടത്താൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടാവില്ലേ? ഇടയ്ക്കിടെ വരുന്ന നിരാശയുടെ ആ എറർ മെസ്സേജുകൾ, ദേഷ്യം വരുമ്പോൾ സിസ്റ്റം മൊത്തത്തിൽ ഹാങ് ആവുന്നത്, പിന്നെ എപ്പോഴും ഒരു അസംതൃപ്തിയുടെ ലാഗ്, ഇതൊക്കെ നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ഗ്ലിച്ചുകളാണ്. പക്ഷെ ഒരു നല്ല വാർത്തയുണ്ട്. ഇതൊന്നും വെറുതെ സംഭവിക്കുന്ന ഗ്ലിച്ചുകളല്ല, മറിച്ച് നമ്മുടെ എല്ലാം സോഴ്സ് കോഡിലുള്ള ചില ബഗ്ഗുകളാണ്. അതുകൊണ്ട് തന്നെ ആ ബഗ്ഗുകൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിനെ എങ്ങനെ ഡീബഗ് ചെയ്ത് നമ്മുടെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാമെന്ന് നമ്മളിന്ന് പഠിക്കാൻ പോവാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിം പ്ലാൻ. ആദ്യം നമ്മുടെ പിഴവുകളുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ഡയഗ്നോസ്റ്റിക് നടത്തും. പിന്നെ ആ ബോധവൽക്കരണ അപ്ഗ്രേഡിനെക്കുറിച്ചും അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള 4 സ്റ്റെപ്പുകളെക്കുറിച്ചും സംസാരിക്കും. അത് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമെന്ന പുതിയ OSൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അവസാനം ഈ പുതിയ സിസ്റ്റം നന്നായി പ്രവർത്തിപ്പിക്കാൻ കുറച്ച് ഡെയിലി മെയിൻ്റനൻസ് ടിപ്സും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. സെക്ഷൻ 1, നമ്മുടെ പിഴവുകളുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏതൊരു പാച്ചും ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കോഡിൽ എവിടെയാണ് പ്രശ്നമെന്ന് കൃത്യമായി അറിയണമല്ലോ, അല്ലേ? ഇതാണ് നമ്മുടെ സിസ്റ്റത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ബഗ്. പ്രശ്നം പുറം ലോകത്തിലല്ല, നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടിലാണ്. ഈ സ്ലൈഡിലെ ഉദ്ധരണി അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ ആളുകളെയും വസ്തുക്കളെയും കാണുന്നത് അവരായിട്ടല്ല, മറിച്ച് നമ്മളായിട്ടാണ്. അതായത് നമ്മൾ യാഥാർത്ഥ്യത്തെ എപ്പോഴും നമ്മുടെ സ്വന്തം ഫിൽട്ടറുകളിലൂടെയാണ് കാണുന്നത്. ആ ഫിൽട്ടറാണ് മിക്ക പ്രശ്നങ്ങൾക്കും കാരണം. ഈ ബഗ് നമ്മുടെ ബന്ധങ്ങളിൽ വലിയ സിസ്റ്റം ക്രാഷുകൾക്ക് കാരണമാവും. കാരണം പലപ്പോഴും നമ്മൾ പ്രണയത്തിലാവുന്നത് ഒരു യഥാർത്ഥ വ്യക്തിയുമായിട്ടല്ല, മറിച്ച് ആ വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലെ ഒരു ഐഡിയയോടാണ്. നമ്മുടെ പ്രതീക്ഷകളും മുൻവിധികളുമെല്ലാം ചേർന്ന ഒരു പ്രൊജക്ഷൻ. അപ്പോ യഥാർത്ഥ വ്യക്തിയും നമ്മുടെ മനസ്സിലെ ആ പ്രൊജക്ഷനും തമ്മിലൊരു വ്യത്യാസം വരുമ്പോൾ എന്ത് സംഭവിക്കും? നിരാശ, ദേഷ്യം, ദുഃഖം, സിസ്റ്റമാകെ താറുമാറാകും. ഓക്കെ, ഇനി ചെറുപ്പത്തിലെ നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട മറ്റൊരു മാൽവെയറിനെക്കുറിച്ച് പറയാം. അംഗീകാരത്തോടുള്ള ആസക്തി. ഇതൊരു വലിയ പ്രോഗ്രാമിംഗ് പിഴവാണ്. ഇതുമൂലം നമ്മുടെ സന്തോഷം എപ്പോഴും മറ്റുള്ളവരെന്തു പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും റിമോട്ട് കൺട്രോൾ നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്നത് പോലെയാണിത്. ശരി, നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി നല്ല കാര്യങ്ങളിലേക്ക് വരാം, പരിഹാരത്തിലേക്ക്. സെക്ഷൻ 2, ബോധവൽക്കരണ അപ്ഗ്രേഡ്. അപ്പോൾ ആ പാച്ച് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സമയമായി. ഈ അപ്ഗ്രേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്. നിങ്ങൾ എന്തിനെക്കുറിച്ച് ബോധവാനാണോ അത് നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും. എന്നാൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് ബോധവാനല്ലയോ അത് നിങ്ങളെ നിയന്ത്രിക്കും. ഈ ബോധവൽക്കരണം ഒരു മാസ്റ്റർ കീ പോലെയാണ്. അത് നിങ്ങളുടെ ആന്തരിക സിസ്റ്റത്തിലേക്ക് ഒരു റൂട്ട് ആക്സസ് നൽകും. നമ്മൾ അറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമിംഗിൽ നിന്ന് അത് നമ്മളെ മോചിപ്പിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പാച്ച് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ ശരിയാക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. കാര്യങ്ങൾ ശരിയാക്കുകയല്ല വേണ്ടത്, അവ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ കാര്യങ്ങളെ വിധിക്കാതെ നിരീക്ഷിക്കാൻ പഠിക്കണം. കാരണം ഈ സ്ലൈഡ് പറയുന്നത് പോലെ നിങ്ങൾ വിധിക്കുന്ന ഒന്നിനെ നിങ്ങൾക്ക് ഒരിക്കലും പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കില്ല. ശരിയാണ്, ഈ അപ്ഗ്രേഡ് ഇത്ര പവർഫുൾ ആണെങ്കിൽ പിന്നെന്താ എല്ലാവരും ഇത് ചെയ്യാത്തത്? നമ്മൾ ശരിക്കും എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഇവിടെയാണ് ഒരു ട്വിസ്റ്റുള്ളത്. നമ്മൾ അജ്ഞാതമായ ഒന്നിനെയല്ല ഭയക്കുന്നത്, നമുക്ക് അറിയാവുന്നത് നഷ്ടപ്പെടുമോ എന്നാണ് നമ്മൾ ശരിക്കും ഭയക്കുന്നത്. നമ്മുടെ പരിചിതമായ എന്നാൽ ഒരുപാട് പിഴവുകളുള്ള നമ്മുടെ വിശ്വാസങ്ങളെയും ശീലങ്ങളെയും ഉപേക്ഷിക്കാൻ നമുക്ക് ഭയമാണ്. അപ്പോ ആ ഭയത്തെ എങ്ങനെ മറികടക്കാം? ഇനി നമുക്ക് കുറച്ച് പ്രായോഗികമായി ചിന്തിക്കാം. സെക്ഷൻ 3, 4 ഘട്ട ഇൻസ്റ്റാളേഷൻ. ഇതിനെ നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ ഗൈഡായി കണ്ടോളൂ. ഇതാണ് ആ നെഗറ്റീവ് ഫീലിംഗ് അൽഗോരിതം. വെറും 4 സ്റ്റെപ്പുകൾ. 1, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് വികാരം എന്താണെന്ന് തിരിച്ചറിയുക. 2, ആ വികാരം നിങ്ങളുടെ ഉള്ളിലാണ്, പുറത്തുള്ള സാഹചര്യത്തിലല്ല എന്ന് മനസ്സിലാക്കുക. ഇതൊരു ഗെയിം ചേഞ്ചറാണ്, കാരണം നിങ്ങളെ അസന്തുഷ്ടനാക്കാൻ ആർക്കും കഴിയില്ലെന്നിതിനർത്ഥം. 3, ആ വികാരത്തിൽ നിന്ന് സ്വയം വേർപെടുത്തുക. ഞാൻ ദുഃഖിതനാണ് എന്ന് ചിന്തിക്കുന്നതിനു പകരം എന്റെ ഉള്ളിൽ ദുഃഖം എന്നൊരു വികാരം വന്നുപോയി എന്ന് കാണുക.
നാലാമത്തേത്, നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ലോകം മുഴുവൻ മാറുമെന്ന് തിരിച്ചറിയുക. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇതൊരു ഒറ്റത്തവണ കൊണ്ടുള്ള മാജിക്കല്ല. പതിറ്റാണ്ടുകളായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ പഴയ കോഡ് മാറ്റിയെഴുതാൻ ഈ പ്രോഗ്രാം ചിലപ്പോ 1000 തവണയെങ്കിലും ആവർത്തിക്കേണ്ടി വരും. ഓരോ തവണയും നിങ്ങൾ പുതിയ ന്യൂറൽ പാതകളുണ്ടാക്കുകയാണ്, പഴയ ബഗ്ഗുകളെ ഇല്ലാതാക്കുകയാണ്. അപ്പോ ഈ അപ്ഗ്രേഡ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ജീവിക്കുന്നതെങ്ങനെയായിരിക്കും? അത് നമ്മളെ സെക്ഷൻ 4ലേക്ക് കൊണ്ടുപോകുന്നു. സ്വാതന്ത്ര്യം, പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്ക് ആ പുതിയ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ താരതമ്യം ഒന്ന് നോക്കൂ. പഴയ OSൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാമിംഗിന്റെ അടിമയാണ്. സന്തോഷം എപ്പോഴും പുറത്തുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നാൽ പുതിയ OSൽ ഉണർന്ന ആ പതിപ്പിൽ നിങ്ങൾ നിയന്ത്രണത്തിലാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ആവശ്യമില്ലാതെ സ്നേഹിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ സന്തോഷം ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഇതൊരു സമ്പൂർണമായ കാഴ്ചപ്പാട് മാറ്റമാണ്. ഈ ഉദ്ധരണി ആ വികാരത്തെ വളരെ മനോഹരമായി പറയുന്നുണ്ട്. ഉണർന്ന ഒരു വ്യക്തി ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സംഗീതത്തിന്റെ ഈണത്തിനൊത്ത് നൃത്തം ചെയ്യുന്നു. അവർ പിന്നെ സമൂഹത്തിന്റെ താളത്തിനനുസരിച്ച് മാർച്ച് ചെയ്യുന്നില്ല. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇതെല്ലാം നമ്മളെ ഒരു വലിയ തിരിച്ചറിവിലേക്കാണ് നയിക്കുന്നത്. സന്തോഷമെന്നത് നമ്മൾ എവിടെയെങ്കിലും പോയി നേടേണ്ട ഒന്നല്ല, അത് നമ്മളെ ഉള്ളിൽ തന്നെയുള്ള ഒന്നാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവിതാണ്: സന്തോഷം നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമാണ്. നിങ്ങൾ സിസ്റ്റത്തിലെ ബഗ്ഗുകളും തടസ്സങ്ങളും ഒഴിവാക്കിക്കഴിഞ്ഞാൽ സന്തോഷമെന്നത് ഡിഫോൾട്ട് സെറ്റിംഗ് മാത്രമാണ്. ശരി, അപ്പോ അവസാന ഭാഗത്തേക്ക് കടക്കാം. പുതിയ OS പ്രവർത്തിച്ചു തുടങ്ങിയാൽ മാത്രം പോരല്ലോ, അത് വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? സെക്ഷൻ 5, ദൈനംദിന സിസ്റ്റം മെയിന്റനൻസ്. ഇത് നിങ്ങളുടെ പുതിയ കോഡ് ക്ലീനായി സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. അതെങ്ങനെ ചെയ്യാം? ഇതാ നിങ്ങളുടെ ഡെയിലി മെയിന്റനൻസ് ചെക്ക്ലിസ്റ്റ്. കാര്യങ്ങളെ വിധിക്കാതെ നിരീക്ഷിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ അന്ധമായി പിന്തുടരുന്നതിന് പകരം അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സത്യം കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാറ്റിവെക്കുക. വന്നുപോകുന്ന വികാരങ്ങളുമായി ഒന്നായി തീരരുത്, കാരണം അവ നിങ്ങളല്ല. ഓരോ നിമിഷവും പൂർണ്ണമായി അനുഭവിച്ചറിയാം, എന്നിട്ടത് വിട്ടുകളയാ. ഇതെല്ലാം നമ്മളെ അവസാനത്തെ ശക്തമായ ഒരു ആശയത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ പ്രക്രിയയിലൂടെ കടന്നുപോയ ഒരാളെ നിങ്ങൾ കാണുന്നുവെന്ന് സങ്കൽപ്പിക്കുക. അവർ വളരെ സന്തോഷവാനാണ്. നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണിങ്ങനെ സന്തോഷമായിരിക്കുന്നത്? അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കി ചോദിക്കുന്നു, എന്തുകൊണ്ടായിക്കൂടാ? അതാണ് ശരിക്കും ഇതിലെ പ്രധാന കാര്യം, അല്ലേ? സന്തോഷം എന്നത് നമ്മൾ നേടുന്ന ഒരു സമ്മാനമല്ല. അസന്തൃഷ്ടിക്ക് കാരണമായ എല്ലാ തെറ്റായ പ്രോഗ്രാമിങ്ങുകളും എല്ലാ ബഗ്ഗുകളും നമ്മൾ ഡീബഗ് ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് മാത്രമാണ് സന്തോഷം. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ സ്വാഭാവികമായ ഡീഫോൾട്ട് അവസ്ഥയാണ്.